BJP-ക്കാർക്കിടയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ്, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാ എന്ന്. അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല. നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ വിടുവായിത്തം പറയുന്നതാണ് എന്ന്. പക്ഷെ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്, ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് BJP-ക്കാർ കൈയാളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ്. ആ വിജയങ്ങൾക്കെതിരായി ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ ഈ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബീഹാറിൽ അവസാനമായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. ആ ബീഹാറിന്റെ മണ്ണിൽ വോട്ടർ ജാഗരൻ യാത്ര എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ഓരോ ദിവസവും അണിനിരക്കുന്നത് 10,000-കണക്കിനായ മനുഷ്യന്മാരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി വേരോട്ടമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കേൾക്കുവാൻ, ഈ രാജ്യത്തിന്റെ തകർന്നു പോകുന്ന ജനാധിപത്യ വ്യവസ്ഥയെ തിരികെ പിടിക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ബീഹാറിന്റെ രൂപത്തിൽ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങൾക്ക് സന്ധിയില്ല. എനിക്ക് മനസ്സിലാകാത്തത്, ഈ തിരുവനന്തപുരത്തെ AC-യും CI-യും അടക്കമുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾ കേരള പോലീസല്ലേ? ഈ നാടിനൊരു പ്രത്യേകതയുണ്ടല്ലോ. ഈ നാടിന്റെ പ്രത്യേകത മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന നാടാണ്. വർഗീയത എങ്ങനെയൊക്കെ വേരൂന്നുവാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും അതിനെ പരാജയപ്പെടുത്തിയ നേമവും മഞ്ചേശ്വരവും പാലക്കാടും അടങ്ങുന്ന ഈ കേരളത്തിൽ നിങ്ങൾ ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എതിരായുള്ള പ്രതിഷേധത്തെ കാണുമ്പോൾ ഇത്രയേറെ അസ്വസ്ഥതയുണ്ടാകുന്നത്?